ബിനോയ് വിശ്വം എടുത്ത് വായിച്ചു നോക്കേണ്ടത് പഴയ പാർട്ടി സെക്രട്ടറി ആയിരുന്ന CK ചന്ദ്രപ്പൻ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പോക്ക് പോയാൽ CPM മുങ്ങും, അതിൻ്റെ കൂടെ CPIയും കൂടി മുങ്ങുമെന്ന്. CPM നടത്തുന്ന ഈ RSS പ്രീണന പരിപാടിയുടെ കൂടെ നിന്നാൽ CPIയും ബംഗാളിലെ ത്രിപുരയിലെ പോലെ കേരളത്തിൽ ഇല്ലാതാവും. അതാണ് ബിനോയ് വിശ്വം ആദ്യം മനസ്സിലാക്കേണ്ടത്. മുഹിത് എന്ന് പറയുന്ന CPI നേതാവ് ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായിരുന്ന മുഹിത് 89 പറയുന്നു രാജീവ് ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിയാൽ അവസാനം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് രണ്ടും ബിനോയ് വിശ്വം നന്നായിട്ടൊന്ന് പഠിക്കണം. ഇപ്പോൾ രണ്ട് കാലിൽ എഴുന്നേറ്റിരിക്കാൻ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പറ്റണതാണ്. ആകെ പറ്റുന്നൊരു സ്ഥലം ഇതാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ കൂടി ഇല്ലാതാവും. ഇവരുടെ കൂടെ പോയി ഇവർ ചെയ്യുന്ന എല്ലാ പണിക്കും കൂട്ടുമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ഇലക്ഷൻ ദിവസമായതുകൊണ്ടും അദ്ദേഹം വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനെ തന്നെ പറയുകയല്ലല്ലോ ബിനോയ് വിശ്വം ചെയ്ത്. MP ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണെന്നാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. മുഖ്യമന്ത്രിയും പറഞ്ഞു വേറെ തെറ്റാണ്. മനസ്സിലായി? മുഖ്യമന്ത്രി എഴുതി വായിച്ചെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഭാരതാംബ വിവാദത്തിൽ വീണ്ടും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. രാജ്ഭവനിൽ ഇന്നും ഒരു പരിപാടി വന്നു. അതിൽ ഭാരതാംബയെ കൂടുന്ന ഒരു പരിപാടി. ഇത് ഡേ വൺ ആദ്യത്തെ ദിവസം. ഇത് ഇന്നല്ലല്ലോ ഉണ്ടാകും. ആദ്യത്തെ ദിവസം ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ വെച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തി മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങളന്ന് പറഞ്ഞു ഇല്ലേ, ആദ്യം ഞങ്ങളാ പ്രൊട്ടസ്റ്റ് ചെയ്ത് രാജ്ഭവൻ രാഷ്ട്രീയ വേദിയാക്കരുത്, മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത്. ഇന്നലെയാണ് മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയത് അതിനെപ്പറ്റി. അത് ഇന്നലെ വീണ്ടും രാവിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിവൃത്തിയില്ലാതെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് മിണ്ടിയത്. അന്ന് പറയണ്ടേ, അന്ന് ഗവൺമെൻറ് പറയണ്ടേ രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഹെഡ് താമസിക്കുന്ന സ്ഥലമാണ്, ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് ശക്തമായി സംസ്ഥാന ഗവൺമെൻറ് പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനിൽ. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഇതൊക്കെ ഇവരൊക്കെ തന്നെ ഷോ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ്, എൻ്റെ ചോദ്യം അതാ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പണി പറ്റില്ല. ഞങ്ങൾ ഈ എക്സ്പ്രസ് അവർ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു വാചകം ഗവർണർക്ക് എഴുതി കൊടുക്കും ആദ്യം. അല്ലാതെ നമ്മൾ നിങ്ങളെ കാണുമ്പോൾ പറഞ്ഞാൽ പോലെ, നിങ്ങളോടല്ല പറയുന്നത് ഗവർണറോട്.